ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഏവിയേറ്റർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് വന്നത്. ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റണം, അതേപോലെ തന്നെ പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാണ്ട് ലെഫ്റ്റ് സൈഡ് റിയർ കവർ ലൂസായിട്ട് കിടന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്യണം. അത്രയും കേസാണ് മെയിനായിട്ടുള്ളവർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോറി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്. മാക്സിമം അതിൻ്റെ അഡ്ജസ്റ്റിങ് പരമാവധി തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക് ലൈനർ ബാക്കിലത്തെ മാറ്റിയിടണം. അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ് അത്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ ഗിയർ ഓയിലൊക്കെ ചെക്ക് ചെയ്ത് കുഴപ്പമില്ല. എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. വലിയ പഴക്കമില്ലാത്ത ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ഈ സൈഡ് ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് സൈഡ് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഒരല്പം മോശമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏകദേശം പൊട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട്. കൈയോടെ മാറ്റി കളയുകയാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. കാരണം അതല്ലെങ്കിൽ ബെൽറ്റ് പൊട്ടി വഴി പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അധികം കൂടുതൽ ചിലവായിരിക്കും. നമ്മളെന്തായാലും ക്ലച്ച് സൈഡ് നമ്മൾ ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. അതിൻ്റെ വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, ക്ലച്ച് യൂണിറ്റൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി അയച്ചാണ്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ ഇപ്പോൾ ബെൽറ്റ് മാറ്റിയിടാണെങ്കിൽ ആ ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമേ വരുള്ളൂ. വലിയ ലൈഫില്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു. വേറെ കാര്യമായിട്ടുള്ള ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളതിൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു നനവുള്ളൂ, വേറെ അങ്ങനെ കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല. ചോക്കിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ആക്സിലേറ്റർ കേബിൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. രണ്ടും പുതിയ കേബിളുകളാണ്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കും. അതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ റിമ്മിൻ്റെ കണ്ടീഷൻ ഇച്ചിരി മോശമുണ്ട്. ഈ സൈഡൊക്കെ മൊത്തം തുരുമ്പിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് ടയറുണ്ടല്ലോ മാറ്റണ സമയത്ത് എന്തെങ്കിലും റിമ്മും കൂടി മാറ്റിയിടണം കേട്ടോ. ആ വീൽ ഡിസ്ക് കാരണം അത്യാവശ്യം തുരുമ്പിട്ട് ഓട്ടയായിട്ട് നമ്മളത് വെൽഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പൊളച്ചിലായിരിക്കും. കാരണം അഴിച്ച് വെൽഡ് ചെയ്യൽ പോസിബിൾ അല്ല, അത് ചെയ്യാതിരിക്കണം നല്ലത്. ഇപ്പോൾ ഇങ്ങനെ പരമാവധി ഉപയോഗിക്കാം. പിന്നീട് നമ്മൾ ടയർ മാറ്റിയിടുന്ന സമയത്ത് റിമ്മും കൂടി മാറ്റിയിടാം. അപ്പോൾ ഒന്ന് മുൻകൂട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ റിമ്മ് ഞാൻ എടുത്തു വയ്ക്കാം. അപ്പോൾ നമുക്കത് റിമ്മും ടയറും കൂടി അവിടെ മാറ്റിയിട്ടാൽ ആ ഭാഗം ക്ലിയറായി പോകും. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പുതിയ ബാറ്ററി ഇരിക്കണം, 2025 ബാറ്ററി ഇരിക്കണം കേട്ടോ. വോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പുതിയ ബാറ്ററിയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോയെന്നുള്ളൂ. 13 വോൾട്ട് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ഈ കവറൊക്കെ ചെറിയൊരു സൈഡ്, ഈ സൈഡൊക്കെ ചെറിയൊരു ഇളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തൽക്കാലം സെറ്റാക്കിയിടാം. ഫ്രണ്ട് സൈഡും ചെറിയൊരു ജെർക്കിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് പറഞ്ഞാൽ അവർക്ക് പൊല്യൂഷൻ ടെസ്റ്റാണ്. അപ്പോൾ പൊല്യൂഷനും കൂടി കൂടുതലേക്ക് നമുക്ക് എടുത്തു പോകാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിടാം കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം.